അമേരിക്കൻ മാധ്യമ രംഗത്തെ അതികായന്മാരായ ദി ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ അന്വേഷണാത്മക റിപ്പോർട്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തെയാകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ കനലുകൾ കോരിയിടാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന അതീവ രഹസ്യവും മാരകവുമായ ഒരു ഗൂഢാലോചനയാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ അണിയറയിൽ പുരോഗമിക്കുന്ന സമാധാന ചർച്ചകളെ എന്നേക്കുമായി അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ ഈ നീക്കം ആസൂത്രണം ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇറാനിലെ ഏറ്റവും നിർണായകമായ പദവികൾ അലങ്കരിക്കുന്ന ഉന്നത നയതന്ത്രജ്ഞരെയും ഭരണാധികാരികളെയും ലക്ഷ്യമിട്ടായിരുന്നു നെതന്യാഹുവിന്റെ ഈ നിഴൽ യുദ്ധതന്ത്രം രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ്, വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി എന്നിവരുൾപ്പെടെയുള്ള മുൻനിര ഇറാൻ പ്രതിനിധികളെ വധിക്കാൻ ഇസ്രയേൽ ഭരണകൂടം പദ്ധതിയിട്ടിരുന്നുവെന്ന വെളിപ്പെടുത്തൽ ആഗോള നയതന്ത്ര തലങ്ങളിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ ഭരണം മാറുന്ന ഘട്ടത്തിൽ പുതിയ ഭരണകൂടവുമായി ഇറാൻ ഉണ്ടാക്കിയേക്കാവുന്ന ഏതൊരു നല്ല ബന്ധവും ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന വിലയിരുത്തലിലാണ് നെതന്യാഹു ഇത്തരം ഒരു സാഹസിക നീക്കത്തിന് തുനിഞ്ഞതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു കാലത്ത് യുദ്ധത്തിന്റെ വക്കിലെത്തിയിരുന്ന ഇറാൻ US ബന്ധം പുതിയൊരു നയതന്ത്ര പാതയിലേക്ക് നീങ്ങുന്നത് തടയാൻ ഇസ്രയേൽ ഏത് അങ്ങേയറ്റത്തെ മാർഗവും സ്വീകരിക്കുമെന്നതിന്റെ തെളിവാണ് ഈ വധശ്രമ പ്ലാൻ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും നാടകീയമായ തിരിവുണ്ടാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിലൂടെയാണ്. ഇസ്രയേലിന്റെ ഈ ആത്മഹത്യാപരമായ നീക്കം മേഖലയെ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു. പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാകുന്നത് തന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ട്രംപ് ഉടൻ തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ തീരുമാനിക്കുകയായിരുന്നു. നെതന്യാഹുവിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഇറാൻ നേതാക്കളുടെ ജീവൻ അപകടത്തിലാണെന്ന വിവരം ട്രംപ് ഭരണകൂടം വളരെ പെട്ടെന്ന് തന്നെ ഇറാന് കൈമാറുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ ചില പ്രാദേശിക മധ്യസ്ഥർ വഴിയാണ് അതീവ രഹസ്യമായി ട്രംപ് ഈ സന്ദേശം ഇറാൻ ഭരണകൂടത്തിന്റെ പക്കലെത്തിച്ചത്. തങ്ങളുടെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ മിസൈലുകളോ കമാൻഡോകളോ തൊടുത്തുവിട്ടേക്കാമെന്ന കൃത്യമായ മുന്നറിയിപ്പ് ലഭിച്ചതോടെ ഇറാൻ തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ അടിയന്തരമായി ശക്തമാക്കുകയും നേതാക്കളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. ഇറാനെ കൃത്യസമയത്ത് വിവരം അറിയിച്ചതിനൊപ്പം തന്നെ ട്രംപ് ഇസ്രയേലിന് മേൽ ശക്തമായ സമ്മർദ്ദവും ചെലുത്തിയിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ നേരിട്ട് ബന്ധപ്പെട്ട ട്രംപ് ഈ വധശ്രമ പദ്ധതിയിൽ നിന്ന് അടിയന്തരമായി പിന്മാറണമെന്ന് കർശനമായി ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അനുമതിയില്ലാതെ ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് വാഷിംഗ്ടണിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോയത്. നെതന്യാഹുവിന്റെ ഈ പരാജയപ്പെട്ട ഗൂഢാലോചന വെറുമൊരു വധശ്രമം മാത്രമല്ലെന്നും മറിച്ച് ആഗോള സമാധാനത്തിന് മേൽ ഇസ്രയേൽ നടത്താൻ ശ്രമിച്ച ഏറ്റവും വലിയ അട്ടിമറിയാണെന്നുമാണ് വിലയിരുത്തൽ. ഈ സംഭവ വികാസം നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള വ്യക്തിബന്ധത്തിലും US ഇസ്രയേൽ തന്ത്രപരമായ സഖ്യത്തിലും വലിയ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ടെന്നാണ് സൂചന. പരമ്പരാഗതമായി ഇസ്രയേലിനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്ന അമേരിക്കൻ വലതുപക്ഷ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ട്രംപ് ഇസ്രയേലിനെ പോലും നിയന്ത്രിക്കാൻ മടിക്കില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയും സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫും ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിദേശ നയത്തിലും ഒരുപോലെ സ്വാധീനമുള്ള ശക്തരായ വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ലക്ഷ്യമിട്ടതിലൂടെ ഇറാന്റെ നട്ടെല്ലൊടിക്കാനാണ് ഇസ്രയേൽ ശ്രമിച്ചത്. എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങളുടെ ഇടപെടലും ട്രംപിന്റെ മുൻകരുതലും കാരണം ഒരു വൻ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. ഈ വെളിപ്പെടുത്തലോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര സമവാക്യം രൂപപ്പെടുകയാണ്. അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ഇറാന്റെ നിലപാട് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സംഭവം അവർക്ക് ആത്മവിശ്വാസം നൽകും. അതേസമയം സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ നോക്കിയ യുദ്ധകൊതിയൻ എന്ന നിലയിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നെതന്യാഹു കൂടുതൽ ഒറ്റപ്പെടാനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഈ വിഷയം വലിയ നയതന്ത്ര ചർച്ചകൾക്കും പുതിയ തർക്കങ്ങൾക്കും വഴി തുറക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.